ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു 2D ആനിമേഷൻ വീഡിയോസ്. പക്ഷേ ഈ ഒരു വീഡിയോ കാണുന്ന പോലെ ചെയ്തിട്ടുള്ളത് ഐഫോണിൽ മാത്രം കിട്ടുന്ന പ്രോക്രിയേറ്റ് അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇത് ടെംപ്ലേറ്റ് അല്ല കേട്ടോ, ഹാൻഡ് ഡ്രോയിങ് ആണ്. അപ്പോൾ ഡ്രോയിങ് അറിയാവുന്ന ഒരു പ്രോക്രിയേറ്റ് എന്ന ആപ്പ് യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെപ്പോലുള്ള ആൻഡ്രോയിഡ് പാവങ്ങൾ നമ്മൾ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കിട്ടും. നമുക്ക് അതിലോട്ട് നമ്മുടെ പിക്ചർ മാത്രം ആഡ് ആക്കിയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രണ്ട് രീതിയിൽ എങ്ങനെയാണ് എഡിറ്റ് ആക്കേണ്ടത് എന്നുള്ള ആണ് ഇപ്പോൾ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. അതിന് മുന്നേ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ നമ്മൾ VN വീഡിയോ എഡിറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പ് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ VN ഒന്ന് ഓപ്പൺ ആക്കിയ ശേഷം മുകളിൽ കാണുന്ന ആ ഒരു QR കോഡ് ഓപ്ഷനിൽ നിന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഞാൻ തരുന്നുള്ള QR കോഡ് നിങ്ങൾ ഗാലറിയിൽ നിന്ന് ഇതിലോട്ടൊന്ന് സ്കാൻ ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ടെംപ്ലേറ്റ് വരും. ആദ്യം താഴെ നമുക്ക് ഡൗൺലോഡ് ഓപ്ഷൻ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇതുപോലെ യൂസ് ടെംപ്ലേറ്റ് കാണിക്കും. എന്നിട്ട് നിങ്ങൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഏത് പിക്ചറാണോ ആഡ് ആക്കേണ്ടത് ആ ഒരു പിക്ചർ ഇതിലോട്ട് ആഡ് ആക്കിയ ശേഷം നെക്സ്റ്റ് ഓപ്ഷനിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലത്തെയുള്ള വീഡിയോസിൻ്റെ QR കോഡ് ഞാൻ ടെലഗ്രാം ചാനലും വാട്സപ്പ് ചാനലൊക്കെ കൊടുത്തേക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതേപോലെ ആയിരിക്കും വരിക. അപ്പോൾ ആ ഒരു പിക്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത ശേഷം ക്രോപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ഒരു ക്രോപ്പ് ചെയ്യേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് വെച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള വീഡിയോസിൻ്റെ കുറച്ച് QR കോഡ് ഞാൻ തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോയിൽ നിങ്ങളുടെ പിക്ചർ ആഡാക്കി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് മുകളിൽ കാണുന്ന ആ ഒരു എക്സ്പോർട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഗാലറിയിലോട്ട് അത് സേവ് ആക്കാം കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ വീഡിയോസിൽ എങ്ങനെയാണ് പിക്ചർ ആഡാക്കുക എന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്യാപ്കട്ടാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഫോണിൽ ഏത് വീഡിയോ എഡിറ്റിംഗ് ആപ്പാണോ ഉള്ളത് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ ഇതുപോലത്തെ ഒരു വീഡിയോ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് ഞാൻ ടെലഗ്രാം ചാനലൊക്കെ ഇട്ടേക്കാം കേട്ടോ. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇതിലോട്ട് പിക്ചർ ആഡ് ആക്കി കൊടുക്കണം. അപ്പോൾ താഴെ കാണുന്ന ആ ഒരു ഓവർലേയിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഗാലറി പോയിട്ട് ഒരു പിക്ചർ ഇതിലോട്ട് ആഡ് ആക്കി കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഈ ഒരു പിക്ചറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നിങ്ങളൊന്ന് സൈഡിലോട്ട് സ്ക്രോൾ ചെയ്യാൻ നേരം റിമൂവ് ബാക്ക്ഗ്രൗണ്ട് എന്ന് കാണിക്കും കേട്ടോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓട്ടോ റിമൂവ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പിക്ചറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയിട്ട് കിട്ടും. ഇനി സൈഡിലുള്ള സ്ട്രോക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു ബോർഡർ പോലെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ നിങ്ങൾക്ക് ബോർഡർ സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ബോർഡർ ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പിക്ചറിന് വൈറ്റ് ബോർഡറാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. അതായിരിക്കും കുറച്ചും കൂടെ ഭംഗി ഉണ്ടാവുക. എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചെടുക്കാം. എന്നിട്ട് ആ ഒരു പിക്ചർ ആ വീഡിയോ ഫുള്ളായിട്ടൊന്ന് ഡ്രാഗ് ചെയ്തിട്ട് വെച്ചെടുക്കുക കേട്ടോ. ഇനി നിങ്ങൾക്ക് ഏത് സോങ്ങാണോ വേണ്ടത് വെച്ചാൽ അതും നിങ്ങൾക്ക് താഴെ കാണുന്ന ആ ഒരു ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് സോങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളൂട്ട് വീഡിയോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ട്രെൻഡിങ് ട്യൂട്ടോറിയലായിട്ട് കാണും വരെ ബൈ ബൈ.